ഹലോ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു വൺസ് ഇൻ എ വീക്ക് ഫേസ് ഷേവിംഗ് റുട്ടീനാണ്. ആദ്യം ഞാൻ ഫേസ് വാഷ് ചെയ്ത് സ്കിൻ ക്ലീൻ ആക്കും. അതിനുശേഷം ഓയിൽ അല്ലെങ്കിൽ അലോവേര ജെൽ അപ്ലൈ ചെയ്യുന്നു. ഇത് ഷേവിംഗ് സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് റെഗുലർ റേസറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് റേസർ തന്നെ യൂസ് ചെയ്യാം. ഫേസ് ഷേവിംഗ് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് റേസർ തന്നെ നിങ്ങൾ സൂക്ഷിക്കണേ. ഷേവിങ് വളരെ പതുക്കെ താഴോട്ടേക്ക് അല്ലെങ്കിൽ സൈഡിലേക്ക് ചെയ്യുന്നതാണ് നല്ലത്. മേലോട്ടേക്ക് ചെയ്യാതിരിക്കുക. ഇതുകൊണ്ട് ഇറിറ്റേഷൻ കുറയും, പോരാത്തതിന് സ്കിന്ന് സോഫ്റ്റായി ഇരിക്കുകയും ചെയ്യും. ഫേസ് ഷേവിംഗ് ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഡെഡ് സ്കിൻ ലെയർ റിമൂവ് ആവും, സ്കിൻ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും, ഡൾനെസ് കുറയും, സ്കിൻ ബ്രൈറ്റ് ആയി തോന്നുകയും ചെയ്യും. മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു പെർഫെക്റ്റ് ബേസായി കൂടുതൽ നാച്ചുറൽ ലുക്ക് വരും. പിന്നെ പിമ്പിൾസ് ഒക്കെയുള്ള സ്കിൻ ആണെങ്കിൽ ഫേസ് ഷേവിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം റേസർ പിമ്പിൾസിനെ കട്ട് ചെയ്താലോ. ചിലരുടെയൊക്കെ ഒരു ഡൗട്ടാണ് ഫേസ് ഷേവിംഗ് ചെയ്താൽ ഫേഷ്യൽ ഹെയർ തിക്കായിട്ട് വരുമെന്ന്. എനിക്കും അങ്ങനെ ഒരു കൺസേൺ ഉണ്ടായിരുന്നേ. ബട്ട് എനിക്കിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ മനസ്സിലായി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് പാറ്റേൺസും അവരവരുടെ ഹെറിഡിറ്ററി ആൻഡ് ഹോർമോൺസിനെ ബേസ് ചെയ്തായിരിക്കും ഉണ്ടാവുക. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മുഖം വാഷ് ചെയ്തെടുക്കാം. ഷേവിംഗ് കഴിഞ്ഞതിന് ശേഷം മുഖം അല്പം ഡ്രൈ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈഡ്രേറ്റിംഗ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലിസറിൻ ആൻഡ് റോസ് വാട്ടർ മിക്സ് ആണ്. ഇത് രണ്ടും 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടാണ് ഫേസിലിടുന്നത്. ഈ ഒരു മിക്സ് തന്നെയാണ് ഞാൻ മിക്കപ്പോഴും മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. റോസ് വാട്ടർ സ്കിന്നെ കാമും റിഫ്രഷ്ഡ് ആക്കും. ഗ്ലിസറിൻ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് മോയ്സ്ചറിനെ റിറ്റെയിൻ ചെയ്യും. അപ്ലൈ ചെയ്ത ഉടൻ തന്നെ സ്കിൻ സോഫ്റ്റ്, പ്ലം ആൻഡ് ഗ്ലോയിങ് ആയിട്ട് തോന്നുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളിയാണ്.